ഉണ്ടാവട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇന്നലെ ദൈവജനത്തിന് മുമ്പാകെ സ്വർഗത്തിലേക്കും സ്ഥിരമാക്കപ്പെട്ടതും മാറ്റം വരാത്തതുമായ ദൈവവചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഏഴയാവുന്ന അടിയന്റെ ജീവിതത്തിലും ഒരവസരം കൂടി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരാഴ്ചക്കാലം കൂടെ ദൈവം നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവകൃപയുടെ കരുതൽ ധാരാളം അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. തുടർന്നുള്ള അല്പസമയത്തെ ദൈവിക അരുളപ്പാടുകളുടെ കേൾവിക്കായിട്ട് ഒരു പുതിയ നിയമ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 11, 12 വാക്യങ്ങൾ. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നാം വായിച്ചു കേട്ട ഈ വേദഭാഗം നാം എപ്പോഴും വായിക്കുന്നതല്ലെങ്കിൽ നമുക്ക് വളരെ പരിചിതമുള്ളതും വായിക്കാറുള്ളതുമായ ഒരു വേദഭാഗമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോസ്തലനായ പത്രോസ് ഏഷ്യ മൈനറിലുള്ള വിവിധ സ്ഥലം സഭകൾക്ക് അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്നതായിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്നതായിരിക്കുന്ന 2 ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ 2 എഴുത്തുകളാണ് പത്രോസിന്റെ 1ഉം 2ഉം ലേഖനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് എഴുതുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഈ ചിതറിപ്പാർക്കുന്നതായിരിക്കുന്ന ദൈവജനം അറിയേണ്ടതായിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന, വളരെ പ്രാധാന്യതയോടെ ദൈവജനം അറിഞ്ഞിരിക്കേണ്ട, ദൈവജനം മനസ്സിലാക്കിയിരിക്കേണ്ട ചില വസ്തുതകളാണ് ഈ ലേഖനങ്ങളിലൂടെ അപ്പോസ്തലനായ പത്രോസ് ഈ ദൈവസഭകൾക്ക്, ഈ ക്രിസ്തു വിശ്വാസികൾക്ക് എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് മറ്റൊന്നുമല്ല, എങ്ങനെ ക്രിസ്തു ഭക്തരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഹൗ ടു ലിവ് ഇൻ ദിസ് ഹോസ്റ്റൈൽ വേൾഡ്. ഈ ലോകം നമുക്കറിയാം, ദൈവമക്കൾ ജീവിക്കുന്നതായ ഈ ലോകം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹോസ്റ്റൈൽ വേൾഡാണ്. എന്താ? ശത്രുതയുള്ള, നമ്മോട് ശത്രുതയുള്ള, നമുക്കെതിരെ നിൽക്കുന്നതായിരിക്കുന്ന ഒരു ലോകത്തിലാണ് ദൈവജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ജീവിക്കുന്നത് എന്നുള്ളത് ദൈവവചനം നമ്മെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വസ്തുതയാണ്. അപ്പോസ്തലൻ അവിടെയുള്ള വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ദൈവസഭകളെ ഓർപ്പിക്കുകയാണ്. ഈ ശത്രുതയുള്ള ലോകത്തിൽ നമ്മെ കുറിച്ച് ഇവിടെ തന്നെ വായിച്ചു. എന്താ ഈ ലോകത്തിന്റെ പ്രത്യേകത? നമ്മെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് എണ്ണുന്നതായിരുന്ന ഒരു ലോകത്തിന്റെ മധ്യത്തിലാണ്, ശത്രുതയുള്ള ഒരു ലോകത്തിന്റെ മധ്യത്തിലാണ് ദൈവജനം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തിൽ എങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം, ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അറിയണം എന്നുള്ളത് കൊണ്ട് അപ്പോസ്തലനായ പത്രോസ് അവിടെയുള്ള വിവിധ സഭകൾക്ക് പ്രാരംഭവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ചിതറിപ്പാർക്കുന്ന പരദേശികളും ആയിരിക്കുന്ന ദൈവമക്കൾക്ക് എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ദൈവമക്കളെ ഈ ഭൂമിയിൽ, ഈ ശത്രുതയുള്ള ലോകത്തിൽ ദൈവമാക്കിയിരിക്കുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്ത വസ്തുതയാണ്. ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യം എന്നുള്ളത്
യേശുവിനെ വെളിപ്പെടുത്തുന്ന പരസ്യങ്ങളായിട്ട്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പരസ്യങ്ങളായിട്ട് ആയിട്ടായിരിക്കണം ദൈവമക്കൾ ഈ ലോകത്തിൽ, ഈ ശത്രുതയുള്ള ലോകത്തിൽ ജീവിക്കേണ്ടത്. കേവലം യാതൊരു ഉദ്ദേശവുമില്ലാതെ വെറുതെ ദൈവം തന്റെ ജനത്തെ വീണ്ടെടുത്ത്, അല്ലെങ്കിൽ ഒരു കൂട്ടം ജനസമൂഹത്തെ വീണ്ടെടുത്ത് ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതല്ല. ദൈവത്തിന് അതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട് എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്ന വസ്തുതകളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പരസ്യങ്ങളായിട്ട്, ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തിയതായിരിക്കുന്ന അല്ലെങ്കിൽ വരുത്തുന്നതായിരുന്ന ആ മാറ്റങ്ങൾ ഈ ലോകത്തിന് നമ്മിലൂടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. ആ മാറ്റങ്ങൾ ലോകം നമ്മിലൂടെ കാണുവാനായിട്ട് ഇടയായിത്തീരണം. നാം വായിക്കുന്നുണ്ട്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നതില്ല. ദൈവജനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്, ജാതികളോടുകൂടെ എണ്ണപ്പെടാത്തതായിരുന്ന ഒരു ജനമാണ്. ഈ വ്യത്യസ്തത നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കാണിക്കുവാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാൻ ആവശ്യമുണ്ട് എന്നുള്ളത് അപ്പോസ്തലൻ ദൈവജനത്തെ ഓർപ്പിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 11ഉം 12ഉം വാക്യങ്ങള് ഒരു അതിപ്രധാനമായിരുന്ന സെക്ഷനിലേക്കുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലേക്കുള്ള ഒരു പാഠമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും അതിപ്രധാനമായിരുന്ന രണ്ടാമതുള്ളതായിരുന്ന ഒരു സെക്ഷൻ, തന്റെ ലേഖനത്തിലെ, തന്റെ എഴുത്തിലെ രണ്ടാമതുള്ളതായിരുന്ന ഒരു ഭാഗത്തിലേക്ക് ഒരു പാഠമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസ് 1-ാം അധ്യായം, അതിന്റെ 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയുടെ രക്ഷയെ കുറിച്ച് വിവരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ രക്ഷയെ കുറിച്ച് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അതിനുശേഷം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 3-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയുടെ സബ്മിഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. രക്ഷ ലഭിച്ചതായ ഒരു വ്യക്തിയുടെ സമർപ്പണമാണ് 2-ാം അധ്യായം 11-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ അപ്പോസ്തലൻ വിവരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം എല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷ കൃപയാൽ സ്വായത്തമാക്കിയവരാണ് അല്ലെങ്കിൽ സ്വന്തമാക്കിയവരാണ് ദൈവമക്കൾ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ആ രക്ഷ സ്വന്തമാക്കിയ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എന്താ? ആ രക്ഷയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? സമർപ്പിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരാണ് ദൈവജനം എന്നുള്ളത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം എന്നുള്ളത് നമുക്ക് രക്ഷ ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. അതെങ്ങനെയുള്ള ജീവിതമാണ്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, നമ്മുടെ ആലോചനകൾക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം, ദൈവമക്കളായി നാം തീർന്നതിന് ശേഷം അടുത്ത് നാം നയിക്കേണ്ട ജീവിതം എന്നുള്ളത് എങ്ങനെയുള്ള ജീവിതമാണ്? സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതം. സമർപ്പിക്കപ്പെട്ടതായിരുന്ന ഒരു ജീവിതം. ആരെയാണോ നാം ജീവിതത്തിൽ ഏറ്റെടുത്തത്, ആരെയാണോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ആ വ്യക്തിക്ക് സമർപ്പിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുവാനാണ് ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആ കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് ഏഷ്യ മൈനറിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചിതറിപ്പാർക്കുന്നതായിരുന്ന വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ദൈവ സഭകൾക്ക് എഴുതി അയക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അധ്യായങ്ങളിൽ കാണുവാനായിട്ട് മറ്റൊരു കാര്യം എന്നുള്ളത്, സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കണം എന്ന് പറയുമ്പോൾ വിവിധ നിലകളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ സമർപ്പിക്കണമെന്ന് അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരെ നിർദ്ദേശിക്കുകയാണ്, അവരെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. എന്താ? ആരാ ഈ വിശ്വാസികൾ? 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവരാരാ? പരദേശികളാ. ആരാ? എക്സൈൽസാ. പരദേശികളായിട്ടുള്ള ആളുകളെ അപ്പോസ്തലനായ പത്രോസ് നിർദ്ദേശിക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒന്നാമത് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ആർക്ക് കീഴടങ്ങിയിരിക്കണം? സിവിൽ അതോറിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. കർത്താവിന് കീഴടങ്ങുന്നതിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിക്കുന്ന വസ്തുത എന്നുള്ളത്,
ഇവിടെയുള്ള സിവിൽ അതോറിറ്റീസിന് നാം കീഴ്പ്പെട്ടവരായിരിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നുണ്ട്. പിന്നെ ആരോടാ പറയുന്നത്? ഭാര്യമാരോട് പറയുന്നുണ്ട്. എന്താ ഭാര്യമാരോട് പറയുന്നത്? നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിപ്പിനെന്ന് ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മോട് കൂടെ നിൽക്കുന്നവർക്ക് കീഴടങ്ങാനല്ല പറയുന്നത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവർക്ക് കീഴടങ്ങാനല്ല പറയുന്നത്. പിന്നെയോ എങ്ങനെയുള്ള അതോറിറ്റീസിന്റെ കീഴടങ്ങാനാണ് പറയുന്നത്? ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങളെ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം എന്ന് വായിച്ച്. ഓക്കെ, അതോറിറ്റീസ് നമ്മെ പീഡിപ്പിക്കുന്നവരാണെങ്കിൽ പോലും നാം എന്ത് ചെയ്യണം? അങ്ങനെ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് നാം മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങുകയും. അതോറിറ്റീസ് എന്താ പറയുന്നത്? നമുക്ക് വഴക്കുന്നവരല്ല എങ്കിൽ പോലും അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യണം? ദൈവമക്കൾ കീഴടങ്ങുന്നവരായിരിക്കണം എന്നുള്ളത് ഓർമ്മിക്കുകയാണ്. ഭാര്യമാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്തവരാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? അവർക്ക് കീഴടങ്ങിയിരിക്കണം. എന്താ അതിന്റെ കാരണം? നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടിട്ട്, നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ടിട്ട് അവരെന്ത് ചെയ്യും? ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് ഇടയായി. ഇതൊക്കെ പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അപ്പോസ്തലൻ ഇവരെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതം നയിക്കണം എന്നുള്ളത് അവരെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്നോരും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. നമ്മുടെ ജീവിതം ആണ് ഇവരുടെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള വിഷയം എന്നുള്ളത്. നടപ്പെന്തിനെ കാണിക്കുന്നത്? ഒരു വ്യക്തിയുടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മീക പശ്ചാത്തലത്തിൽ നടപ്പ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 11-12 വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായ പത്രോസ് അവരെ പഠിപ്പിക്കുന്ന കാര്യം എന്നുള്ളത്, ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിലും തന്റെ പരസ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ സാമൂഹിക ജീവിതത്തിലും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹൗ ടു ലിവ് ഇൻ യുവർ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു വിശ്വാസി എപ്രകാരം ജീവിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേവല ഒരു ജീവിതമല്ല, കേവലമുള്ളതായിരുന്ന ഒരു ജീവിത യാത്രയല്ല. പിന്നെയോ വ്യക്തമായിരിക്കുന്ന നിർദ്ദേശങ്ങളും വ്യക്തമായിരിക്കുന്ന ചട്ടങ്ങളും വ്യക്തമായിരിക്കുന്ന പ്രമാണങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഏത് ജീവിതം? ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ഈ പുസ്തകം വിഭാവന ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഈ പുസ്തകം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ കൈകളിലേന്തി നടക്കുന്ന ഞാനും നിങ്ങളും, ഈ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് നടക്കുന്ന ഞാനും നിങ്ങളും ആ ജീവിതം ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്ത വസ്തുതയാണ്. ആ വസ്തുതകളാണ് ഈ വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായ പത്രോസ് ചിതറിപ്പാർക്കുന്ന ദൈവജനത്തിന് എഴുതുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ലിവിംഗ് വിത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ നാം ജീവിക്കണം? ലിവിംഗ് വിത്ത് ഹോളിനെസ് ഇൻ പ്രൈവറ്റ്. ലിവിംഗ് വിത്ത് ഹോളിനെസ് ഇൻ പ്രൈവറ്റ്. വ്യക്തിപരമായ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണം? വിശുദ്ധരായിട്ട് ജീവിക്കണം. അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുന്ന വസ്തുത, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം വിശുദ്ധരായിട്ട് ജീവിക്കണം. ഒന്നാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ബിലൗഡ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ ഒരു ടോണ് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. എന്താ ബിലൗഡ് എന്ന് പറഞ്ഞാൽ? ആരെയാണ് നമ്മൾ ബിലൗഡ് എന്ന് പറയാ? പ്രിയമുള്ളവരെ എന്നുള്ളതാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളെയാണ്
നാം ബിലൗഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രമാത്രം ആത്മാർത്ഥമായി ആഴത്തിൽ ഒരു വ്യക്തിയോട് നമുക്ക് സ്നേഹമുള്ള വ്യക്തികളെയാണ് ബിലൗഡ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ഈ ചിതറിപ്പാർക്കുന്ന ദൈവജനത്തെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു സ്നേഹനിർഭരമായിരുന്ന ടോണ്, ഒരു ലവിംഗ് ടോൺ നമുക്ക് അപ്പോസ്തലന്റെ ഭാഗത്ത് നിന്ന് ആ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അപ്പോസ്തലൻ അവരെ അഡ്രസ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താ ഈ ദൈവജനവും ഈ അപ്പോസ്തലനുമായിട്ടുള്ള ബന്ധം? ഈ പത്രോസ് അപ്പോസ്തലനും ഈ ഏഷ്യ മൈനറിന്റെ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ദൈവജനവും പത്രോസും തമ്മിലുള്ള ബന്ധം എന്താ? ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് പത്രോസ് ഈ ദൈവജനത്തെ കണ്ടിട്ടില്ല. വ്യക്തിപരമായിട്ട് ഈ ദൈവജനവുമായിട്ട് അപ്പോസ്തലനായ പത്രോസിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളതായിരുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ക്രിസ്തു ശിഷ്യൻ വിളിക്കുകയാ ബിലൗഡ്. അഗാധമായിട്ട് സ്നേഹിക്കപ്പെടുന്ന, താൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായിട്ട് പത്രോസ് അപ്പോസ്തലൻ ആ വിശ്വാസികളെ കാണുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ തമ്മിലുള്ളതായിരിക്കുന്ന ആ ഒരു ബോണ്ട് ഷെയർ ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കൾ തമ്മിലുള്ളതായിരുന്ന ആ ഒരു ബന്ധിക്കപ്പെട്ട ഒരു ബന്ധത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും അപ്പോസ്തലൻ കാണാത്തതായിരിക്കുന്ന ഒരു പറ്റം വിശ്വാസികളെ താൻ വിളിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ബിലൗഡ്. ഇവിടെ നിന്നുകൊണ്ട് ദൈവമക്കളായ നമുക്ക് ഒരു കാര്യം ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ദൈവമക്കൾ തമ്മിലുള്ളതായ ബന്ധം എന്തുകൊണ്ട് അപ്പോസ്തലൻ ഇങ്ങനെയുള്ള ഈ ദൈവജനത്തെ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നത്, ഇത്രമാത്രം സ്നേഹിക്കുവാൻ ഇടയായി തീർന്നത് ഒരു കാരണമേ ഉള്ളൂ. കാരണം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണവർ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു കൂട്ടം ജനം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അപ്പോസ്തലൻ ആ ക്രിസ്തു ശിഷ്യൻ ആ ദൈവജനത്തെ അത്രമാത്രം അഗാധമായിട്ട് സ്നേഹിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നാം തമ്മിലുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു? ക്രിസ്തീയ ബന്ധം നമുക്കറിയാം. രക്ഷിക്കപ്പെട്ടതായിരുന്ന എല്ലാ വിശ്വാസികളും, ദൈവസഭയിൽ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ വിശ്വാസികളും എങ്ങനെയുള്ളവരാ? ബന്ധിക്കപ്പെട്ടവരാണ്. പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ്. ഒരു ബാന്ധവം നമുക്കുണ്ട്. എന്നാൽ ആ ബാന്ധവത്തിന്റെ അവസ്ഥ ഏത് നിലയിലാണ്? എത്രമാത്രം മറ്റുള്ളവരോട് അഗാധമായിരുന്ന സ്നേഹം പ്രകടിപ്പിക്കുവാൻ, ആ നിലയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മെ തന്നെ വിചിന്തനം ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോസ്തലൻ ആ ദൈവജനത്തെ സംബോധന ചെയ്യുകയാണ്, അവരെ അഡ്രസ് ചെയ്യുകയാണ് ബിലൗഡ്. സ്നേഹനിർഭരമായിരുന്ന ഭാഷയിൽ അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്നത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഐ അർജ് യു, ഒരു അർജന്റ് ടോൺ കൂടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താ അർജന്റ്? എത്രയും പെട്ടെന്ന് അവര് ചെയ്യേണ്ടതായിരുന്ന കാര്യം, അപ്പോസ്തലനെ എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടതായിരുന്ന ഒരു കാര്യം ആ ദൈവജനത്തെ അറിയിക്കുക മാത്രമല്ല, എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കേണ്ടതായിരുന്ന ഒരു അർജന്റ് തിങ് ആയിട്ട് അപ്പോസ്തലൻ അതിനെ ഒരു അർജന്റ് ടോൺ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഐ അർജ് യു. ഇനി എന്താ അവർ ചെയ്യേണ്ടത്? അവിടെ വായിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ. അവരെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്? പ്രിയമുള്ളവരെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം അവരാരാണെന്ന് കൂടെ അവരെ ഓർപ്പിക്കുക. എന്താ അവരെ വിളിച്ചിരിക്കുന്നത്? ദൈവജനത്തെ നിങ്ങൾ ആരാ? പ്രവാസികളും പരദേശികളുമാണ്. നിങ്ങൾ പ്രവാസികളും പരദേശികളുമാണ്. എന്താ പ്രവാസി? നാം പാടാറുണ്ട് നാം പരദേശികളാണ്, പറയാറുണ്ട് നാം പരദേശികളാണ്, പ്രവാസികളാണ് എന്നൊക്കെ. എന്താ പ്രവാസി അല്ലെങ്കിൽ പരദേശി എന്നൊക്കെ പറഞ്ഞത്? സോജേണേഴ്സ് ആൻഡ് എക്സൈൽസ്. നമ്മെ ദൈവം ഈ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തു, ദൈവമക്കളാക്കി തീർത്തു. നമ്മെ ഈ ലോകത്തിൽ ദൈവം മാറ്റി വെച്ചിരിക്കുക. പക്ഷേ നാം ഈ ലോകത്തിലുള്ളവരാ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ? ദൈവമക്കൾ ഈ ലോകത്തിലുള്ളവരാണ്, അഥവാ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ? നാം ഈ ലോകത്തിന് ഉള്ളവരല്ല. ഈ വസ്തുത ദൈവമക്കൾ പ്രാരംഭമായി മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് മുൻപ് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, നമ്മെ ദൈവം ഈ ഭൂമിയിൽ
നിർദ്ദേശിച്ചിട്ടുണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്, എന്നാൽ നാം ഈ ഭൂമിയിലുള്ളവരല്ല, ഭൂമിക്ക് വേണ്ടിയുള്ളവരല്ല, നാം ഈ ലോകത്തിന് ഉള്ളവരല്ല. പിന്നെയോ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാണ്. ഒരു ക്രിസ്ത്യാനിക്ക് 2 പൗരത്വമുണ്ട്. ഒരു ദൈവവേദലിന് 2 പൗരത്വമുണ്ട്. ഏതൊക്കെയാ പൗരത്വം? ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവന് 2. എന്താ പ്രവാസി എന്നുള്ളത്? നാം ജീവിക്കുന്ന പ്രദേശത്ത് താൽക്കാലികമായിട്ട് ചില സംവത്സരങ്ങളിലേക്ക്, അല്ലെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ജീവിക്കുന്ന വ്യക്തിയെ ആണ് നാം എന്ത് പറയുക? പ്രവാസി അല്ലെങ്കിൽ പ്രവാസി എന്ന് പറയുന്നത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം 2 സിറ്റിസൺഷിപ്പ്, ഡ്യുവൽ സിറ്റിസൺഷിപ്പിന്റെ ഉടമകളാണ്. ഒന്ന് ഈ ലോകത്തിന്റെ പൗരന്മാരാണ്, ഈ ഭൂമിയിൽ ഇവിടെ പൗരത്വം നമുക്കുണ്ട്. പിന്നെയോ സ്വർഗീയ പൗരന്മാരാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. എന്താ നാം സ്വർഗീയ പൗരന്മാരാണെന്നുള്ളതിന്റെ തെളിവ്? എന്താ നാം സ്വർഗീയ പൗരന്മാരാണെന്നുള്ളതിന്റെ തെളിവ്? നാം ആരെ ആരാധിക്കുന്നത്? ഈ ലോകത്തിന്റെ രാജാവിനെയാണോ? ഈ ലോകത്തിന്റെ ഏതെങ്കിലും അധികാരികളെയാണോ? അല്ല, നാം ആരാധിക്കുന്നത് സ്വർഗീയ രാജാവിനെയാണ്. നാം പ്രമാണിക്കുന്നത് സ്വർഗത്തിന്റെ നിയമങ്ങളാണ്, സ്വർഗത്തിന്റെ പ്രമാണങ്ങളാണ്. പിന്നെയോ നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭകളിൽ നടപ്പാക്കുന്നത് സ്വർഗത്തിന്റെ അജണ്ടകളാണ്, സ്വർഗത്തിന്റെ പദ്ധതികളാണ്. പിന്നെയോ നാം സംസാരിക്കുന്നത് സ്വർഗത്തിന്റെ സന്ദേശമാണ്. ഇനി നാം കാത്തിരിക്കുന്നത് എന്താ? ദൈവമക്കൾ കാത്തിരിക്കുന്നത് എന്താ? നാം പറയുന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ടത് സ്വർഗീയ പ്രതിഫലങ്ങളെ കാത്തിരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ രാജാവിനെ ആരാധിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. സ്വർഗീയ പ്രമാണങ്ങളെ പാലിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. സ്വർഗത്തിന്റെ പദ്ധതികളെ തങ്ങളുടെ ജീവിതത്തിലൂടെ നടപ്പാക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. സ്വർഗത്തിന്റെ സന്ദേശങ്ങളെ, സ്വർഗത്തിന്റെ അരുളപ്പാടുകളെ പ്രഘോഷിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. സ്വർഗീയ പ്രതിഫലങ്ങളെ കാത്തിരിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. ഇതാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും സ്വർഗീയ പൗരന്മാരാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കും. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഒന്ന് ഉറക്കെ വായിക്കാവോ? നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുക. അപ്പോസ്തലൻ ഓർപ്പിക്കുക, ആരോട് ചേർന്ന് നടക്കാതിരിക്കുക? ദൈവജനത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആരോട് ചേർന്ന് നടക്കരുത്? ദുർനടപ്പുകാരോട്, ജാതികളോട്, അവരുടെ സംസ്കാരങ്ങളോടോ അവരുടെ ആചാരങ്ങളോടോ ചേർന്ന് നടക്കുവാനായിട്ട് ഒരു ദൈവത്തിന്റെ പൈതലിന് അവകാശമില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 2-ാമത്തെ ഇതിന്റെ 9-ാം വാക്യം എന്താ വായിക്കുന്നത്? 1 പത്രോസ് 2:9. ആ മതി. നാം ആരാ? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. ദൈവം തന്റെ ജനത്തിന് വേർതിരിച്ച് തന്നെയാണ് ഇവിടെ ആക്കിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർക്ക് അവരുടേതായ ചില പദവികൾ നൽകി അത് തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നൽകിയിട്ടാണ് ദൈവം തന്റെ ജനത്തെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ മാറ്റം ദൈവജനം ഈ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. ഗലാത്യലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം കൂടെ.
ഗലാത്യലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിതമാണ് ദൈവവൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവത്തിലെ ഒരു കാര്യം നാം ഓർത്തിരിക്കുക, നമ്മെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നാം ഈ ലോകത്തിലുള്ളവരല്ല, നാം സ്വർഗീയ പൗരന്മാരാണ്. ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചാക്കിയ ഒരു ജാതിയാണ്, തനിച്ച് പാർക്കുന്ന ഒരു ജനമാണ് നാം എന്നുള്ളത് ഞാൻ നിങ്ങളും ഏറെ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ആ നിലയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയതായിരുന്ന മാറ്റങ്ങളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ദൈവം നമ്മെ ഓർപ്പിക്കുന്ന വസ്തുതയാ. നമ്മൾ ഇത് വെളിപ്പെടുത്തുന്നത് എവിടെയാണെന്നറിയോ? ഈ വ്യത്യസ്തതയൊക്കെ നാം വെളിപ്പെടുത്തുന്നത് എവിടെയാണെന്നറിയോ? ദൈവസഭയ്ക്കകത്ത്. അതാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ദൈവസഭയ്ക്കകത്തല്ല നാം ദൈവം വരുത്തിയ വ്യത്യസ്തത നാം കാണിച്ചു കൊടുക്കേണ്ടത്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ആ വ്യത്യസ്തത കാണിച്ചു കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ അത് ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം 11-ാം വാക്യത്തിൽ നാം കാണുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുക. Abstain the fleshly things, fleshly desires, fleshly passions. ജഡത്തിൻ്റെതായിരുന്ന അഭിലാഷങ്ങളെ, ജഡത്തിൻ്റെതായിരുന്ന വികാരങ്ങളെ വിട്ട് അകലണം എന്നുള്ളതാണ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രാക്ടീസ് ഇൻവേർഡ് പ്യൂരിറ്റി. നമ്മുടെ ജീവിതത്തിന് ഉള്ളിലുള്ളതായിരുന്ന ആ ഒരു വിശുദ്ധി ഒരു ദൈവവൈതൽ തന്റെ ജീവിതത്തിൽ പാലിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. 1 തെസ്സലോനിക്ക. അഞ്ചാം അധ്യായം 22-ാം വാക്യം. സകലവിധ ദോഷവും വിട്ടകലുകയും. ദൈവത്തിനെ നമ്മെ ഓർപ്പിക്കുക, ദൈവവൈതലിനെ ഓർപ്പിക്കുക, സകലവിധ ദോഷവും വിട്ട് അകലുക. അത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ജഡമോഹങ്ങളെ വിട്ട് അകലുക. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. നമുക്കറിയാം, 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഒരു ക്രിസ്ത്യാനിയുടെ രക്ഷയെ കുറിച്ച് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. അത് ഏത് രക്ഷയാ? എവിടെയാ രക്ഷ കിട്ടിയത്? നമ്മുടെ ആത്മാവിന് രക്ഷയെ കുറിച്ച്, നമ്മുടെ ആത്മാവിന് കിട്ടിയതാകുന്ന രക്ഷയെ കുറിച്ച് കാണുവാനായിട്ട്. ആ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുന്നതാകുന്ന രക്ഷയല്ല. ഈ രക്ഷ പ്രാപിച്ച് നാം എവിടെയായിരിക്കുന്നത്? ഈ ഭൂമിയിലാണ് ആയിരിക്കുന്നത്. എന്തുണ്ട്? നമുക്ക് ജഡ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പാപം അപ്പോഴും പാപത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് 3 ശത്രുക്കളാണുള്ളത് ഈ ലോകത്തിൽ. ഒരു ദൈവവൈതലിന് 3 ശത്രുക്കളാണുള്ളത്. ഒന്നാമത്തെ ശത്രു നമ്മുടെ പൊതു ശത്രുവാരെന്നറിയുമോ? പിശാച്, ഡെവിൾ. ഡെവിൾ ഈസ് അവർ ഇൻഫെർണൽ എനിമി. അടുത്ത ശത്രുവാരാ? നമ്മുടെ പൊതു ശത്രു പിശാചാണ്. രണ്ടാമതുള്ള നമ്മുടെ ശത്രു ഈ ലോകമാണ്. ആരാ? ഈ ലോകം. വേൾഡ് ഈസ് അവർ എക്സ്റ്റേണൽ എനിമി. നമ്മുടെ ഭാഗ്യമായിരുന്ന ശത്രു ഈ ലോകമാണ്. ഇനി മൂന്നാമതൊരു ശത്രു ഉണ്ട് നമുക്ക്. ആരെന്നറിയുമോ? നമ്മുടെ ഇന്റേണൽ എനിമി ഈസ്, ഇപ്പൊ പറഞ്ഞ നമ്മുടെ ജഡം. നമ്മുടെ മൂന്നാമത്തെ ശത്രുവാണ് നമ്മുടെ ആന്തരികമായിട്ട് നമ്മോട് പോരാട്ടം നടത്തുന്ന ശത്രു എന്നുള്ളത്. ഏറ്റവും വലിയ ശത്രുവാണ് ആര്? നമ്മുടെ ജഡം എന്നുള്ളത്. ജഡവും ആത്മാവും തമ്മിലുള്ളതായിരുന്ന ഒരു പോരാട്ടം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു രക്ഷിക്കപ്പെടാത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജഡം എന്നുള്ളത് എന്താണെന്നറിയാമോ? ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജഡം ഒരു കളിസ്ഥലമാണ്.
എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജഡം എന്നുള്ളത് എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്, ഇറ്റ് ഈസ് എ ബാറ്റിൽ ഗ്രൗണ്ട്. ഒരു പോർക്കളമാണ്, ഒരു യുദ്ധക്കളമാണ്. നമുക്കറിയാം, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മുടെ ജഡവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നതായിരുന്ന സമയങ്ങൾ. ഇനി എന്താ ഈ ഫ്ലഷ്ലി തിങ്സ്, ജഡമോഹങ്ങൾ? ആത്മീയ ഭാഷയിൽ പാപവുമായിട്ടുള്ള ബന്ധം. ഫ്ലഷ്ലി തിങ്സ് റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ടു സിൻ. പാപത്തോടുള്ള ബന്ധമാണ് എന്ത്? ജഡമോഹം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സോളല്ല, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഇത് രണ്ടും തമ്മിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നത്? പോരാട്ടം നടക്കുന്നത്, ഫൈറ്റിംഗ് നടക്കുന്നത്. അങ്ങനെയുള്ളതായിരുന്ന ഒരു വിശ്വാസ സമൂഹത്തോട്, അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന ദൈവമക്കളോട് അപ്പോസ്തലനായ പത്രോസ് ഓർമ്മിക്കുകയാണ്, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും. ഇനി നമ്മൾ ജീവിക്കുന്ന ജാതികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നാം എങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിച്ചാലും അവർ നമ്മളെ എഴുതുന്നത് എങ്ങനെയാ? ദുഷ്പ്രവർത്തിക്കാർ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, നാം കൊണ്ടു നടക്കുന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതികളുടെ മുൻപിൽ നാം എണ്ണപ്പെടുന്നത് ദുഷ്പ്രവർത്തിക്കാർ എന്ന നിലയിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ഇടയിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്. ഈ ജനം എന്താ ചെയ്യേണ്ടേ? നമ്മുടെ നല്ല പ്രവൃത്തികളെ അവരെ കണ്ടറിയുവാനായിട്ട് ഇടയായിട്ട്. നമ്മളെ പെർസിക്യൂട്ട് ചെയ്യുന്ന ഒരു ലോകമാണ്, നമ്മളെ അടുത്ത നിമിഷം ഉപദ്രവിക്കുവാനായിട്ട് നിൽക്കുന്നതായിരുന്ന ഒരു ലോകമാണ്. ആ ലോകത്തിന്റെ മുൻപിൽ നാം നമ്മുടെ നല്ല പ്രവർത്തികളെ വെളിപ്പെടുത്തുമ്പോൾ അവര് അത് കാണുവാനായിട്ട് ഇടയായിത്തീരും. എന്തുകൊണ്ട് ഒരു വിശ്വാസി ഈ ജഡമോഹങ്ങളെ വിട്ടകന്ന് അവൻ പരദേശിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ഭൂമിയിൽ പാർക്കണം? രണ്ട് കാരണങ്ങളാണ് അപ്പോസ്തലൻ ഓർമ്മിക്കുന്നത്. ഒന്ന്, എന്താ? അവർ നിങ്ങളുടെ പ്രവർത്തികളെ കണ്ടറിയണം. രണ്ട്, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. അവസാന ഭാഗത്ത് വായിക്കുന്നു, നിങ്ങളുടെ നടപ്പ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരണം. നമ്മുടെ നടപ്പ് അവരുടെ മുൻപിൽ അവർ കാണുവാനായിട്ട് ഇടയായിത്തീരണം. അത് അവർക്ക് നന്മയ്ക്ക് കാരണമായി തീരണം. മാത്രമല്ല, ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യാനിടയായിത്തീരണം? മഹത്വം എടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇതാണ് ഒരു വിശ്വാസിയെ ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നതിന്റെ പർപ്പസ് എന്നുള്ളത്. കേവലം ഞായറാഴ്ചകളിൽ വന്ന് ആരാധിക്കുക, ഇടദിവസങ്ങളിലെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുക, നമ്മുടേതായിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം തന്റെ ജനത്തെ ആക്കിയിരിക്കുന്ന ഉദ്ദേശം എന്നുള്ളത് നാം ജീവിക്കുന്ന ജാതികളുടെ മധ്യത്തിൽ, അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ജാതികളുടെ മധ്യത്തിൽ, ദൈവസഭയുടെ മധ്യത്തിലല്ല, ദൈവജനത്തിന്റെ മധ്യത്തിലല്ല, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, നമ്മുടെ അയൽക്കാരുടെ മധ്യത്തിൽ. എങ്ങനെയാണ് നമ്മുടെ ബന്ധമുള്ളത്? നമ്മുടെ അയൽക്കാരോടുള്ള ബന്ധത്തിൽ അവർ നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകുന്ന രീതിയാണോ? നമുക്ക് പറയുവാൻ അനേക ന്യായങ്ങളുണ്ട്, നമുക്ക് നിരത്തുവാൻ അനേക കാരണങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുൻപാകെ അതൊന്നും വില പോകുകയില്ല. നമ്മളെ ഈ ഭൂമിയിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഈ ലോകത്തിന് അത് നന്മയായിട്ട് തീരണം. മാത്രമല്ല, ദൈവനാമത്തിന് മഹത്വം വരുവാനായിട്ട് ഇടയായിത്തീരണം എന്നുള്ള കാര്യം അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. എന്നാ ദൈവനാമം മഹത്വപ്പെടുന്നത്? സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരണം. ഏതാ സന്ദർശന ദിവസം? സന്ദർശന ദിവസം ദൈവം പല നിലകളിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരെ സന്ദർശിച്ചിട്ടുണ്ട്. അവരെ ശിക്ഷിക്കുവാനായിട്ട് ദൈവം സന്ദർശിച്ചിട്ടുണ്ട്. അവരോട് കരുണയോടുകൂടെ ഇസ്രായേലിനെ ദൈവം സന്ദർശിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും കാത്തു നിൽക്കുന്ന, ദൈവജനം കാത്തു നിൽക്കുന്ന ഒരു സന്ദർശന ദിവസമുണ്ട്. ഈ ലോക ജനത കാത്തു നിൽക്കുന്ന ഒരു സന്ദർശന ദിവസമുണ്ട്. ഏതാ സന്ദർശന ദിവസം? നാം വായിച്ചു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് നാം കാത്തിരിക്കുക. ഒരു സന്ദർശന ദിവസം നമുക്ക് മുൻപിലുണ്ട്. ആ സന്ദർശന ദിവസത്തിന്റെ
പ്രത്യേകത അത് രക്ഷയുടെ ദിവസമാണ്. മറ്റൊന്ന് അത് ന്യായവിധിയുടെ ദിവസവുമാണ്. രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ന്യായവിധിയുടെ ദിവസമാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അതെന്താ? രക്ഷയുടെ പൂർത്തീകരണത്തിന്റെ ദിവസമാണ്. ഈ സന്ദർശന ദിവസത്തിൽ നാം ജീവിച്ച ചുറ്റുപാടുകളിലുള്ള ദൈവജനം അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകും. എന്ത് കണ്ടിട്ട്? നമ്മളുടെ ജീവിതത്തിലുണ്ടായ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ജഡമയമായിരുന്ന ജീവിതത്തിൽ, നമ്മോട് ശത്രുതയുള്ളതായിരുന്ന ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജഡത്തെ കീഴ്പ്പെടുത്തി ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തി നാം ആരുടെ മധ്യത്തിലാണോ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, ഏതൊരു ജാതിയുടെ മധ്യത്തിലാണോ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, ഏതൊരു കൂട്ടത്തിന്റെ മധ്യത്തിലാണോ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതമായി തീരണം. നമ്മുടെ ജീവിത മുഖാന്തരം അവർക്ക് നന്മയുണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. മാത്രമല്ല, നമ്മുടെ ജീവിത മുഖാന്തരം ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. ആ നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം. ആ നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ഒരു വിശ്വാസി നയിക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതം. നാം ഇവിടുത്തുകാരല്ല, നാം ഇവിടെ കേവലം ജീവിക്കുന്നവർ മാത്രമാണ്. നാം ഫോറിനേഴ്സ് ആണ്. നമ്മുടെ യഥാർത്ഥ സിറ്റിസൺഷിപ്പ്, നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. അവിടേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. കാലാകാലങ്ങളിലായി നാം അവിടേക്ക് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള കാലഘട്ടം കർത്താവ് ആഗ്രഹിക്കുന്നതിനെ, കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്ന നിലവാരത്തിനൊത്ത് ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ടതാർന്ന ജീവിതത്തിന്റെ ഉടമകളായി ജീവിക്കുവാൻ സർവ്വകൃപാലുവായിരുന്ന ദൈവം ഇളയവനായ അടിയനെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.